ഇത് കണ്ടോ, ഞാനൊരു അവിയലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഈ പച്ചക്കറികളെല്ലാം, അതായത് വാഴയ്ക്ക, മുരിങ്ങയ്ക്ക ഇതൊക്കെ മസ്റ്റായും വേണ്ടുന്നതാണ്. പക്ഷേ ഞാൻ മുരിങ്ങയ്ക്ക ഞങ്ങൾക്ക് കിട്ടിയില്ല. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പാർട്ട് എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കുറച്ച് മതി എടുത്ത് വെച്ചിട്ട് പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞിടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം കറി വെക്കാനുള്ള പാത്രത്തിൽ അരിഞ്ഞിടുമ്പോൾ ആദ്യം വെള്ളരിക്ക, ചുരയ്ക്ക, വഴുതനങ്ങ അങ്ങനെ വെള്ളം ഇറങ്ങുന്ന ടൈപ്പ് ഓഫുള്ള പച്ചക്കറി ആദ്യം അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ മേളിൽ ബാക്കി പച്ചക്കറികളും നമ്മൾ അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ അതിനെ നടുവശം പച്ചക്കറി ഒന്ന് മാറ്റി കൊടുത്ത്, ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുപോലെ പറയുന്നേനെ. പച്ചക്കറികളൊന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് പൊടികളിടാം. മല്ലിപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി 1/4 സ്പൂണോളം വേണം. എൻ്റെ സ്പൂണുകളൊക്കെ ചെറുതായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ഇടുന്നത്, അല്ലാതെ അത് തോന്നുന്നതാണ് കൂടുതലായിട്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയെ ഞാൻ ഇടുന്നുള്ളേ. അതിന് ശേഷം ഇട്ടിട്ട് ജീരകപ്പൊടി ഇനി ഇടണം നമുക്ക്. ജീരകപ്പൊടി 1/2 സ്പൂൺ ജീരകപ്പൊടിയെങ്കിലും ഇടണം. പച്ചക്കറികൾക്കെല്ലാം കൂടെ 1/2 സ്പൂൺ ജീരകപ്പൊടി. ഈ പച്ചക്കറി എല്ലാം കൂടെ 1 കിലോ പച്ചക്കറി കൂടുതലുണ്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്. എന്നിട്ട് അതിന് കൂടെ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ചേർക്കുക. ഇപ്പം ചേർത്തിട്ട് കുറച്ച് ചേർത്താലും മതി, കുറച്ച് ബാക്കി നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്ന സമയത്ത് ചേർക്കാം. എന്നിട്ട് നല്ലൊരു കുടംപുളി കഷ്ണം കൂടി ഇടുക. കുടംപുളി ഇടുന്നത് പുളിക്ക് വേണ്ടിയിട്ടാണ്. പുളിക്ക് വേണ്ടി അരപ്പരയ്ക്കുമ്പോൾ വേണമെങ്കിൽ നല്ല പുളിച്ചൊരിച്ചിരി 1 സ്പൂൺ തൈര് ഒഴിച്ചാലും മതി, അല്ലേ നമ്മൾ പിഴുപുളി ചേർത്താൽ മതി, പിഴിഞ്ഞ ആ സമയം അരപ്പ് ചേർക്കുന്ന സമയം. എന്നിട്ട് പച്ചക്കറി എല്ലാം അതിൻ്റെ മുകളിലത്തെ നമ്മൾ മൂടി, അതിനുശേഷം അതിന് മേളിൽ 1/2 ഗ്ലാസ് വെള്ളമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. വേണമെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അത് മേളിലോട്ട് നീങ്ങിക്കുന്ന പോലൊന്നും വെള്ളം ഒഴിക്കില്ല, കുറച്ച് വെള്ളം അത് വേവിച്ച് നമുക്കൊന്ന് എടുക്കാൻ. എന്നിട്ട് സ്വല്പം വെളിച്ചെണ്ണയും ഒന്ന് തൂകി വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് അടുത്ത അടപ്പടച്ച് വേഗം വയ്ക്കാം. സ്റ്റൗ സിമ്മിലിടരുത്, ഇച്ചിരി തീയിട്ട് വേണം ചെയ്യാൻ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സിമ്മിലിട്ട് അത് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പെടുക്കാം. അരപ്പെന്ന് വെച്ചാൽ ഞാനൊരു അരമുറി തേങ്ങ എടുത്തുള്ളൂ. കുറച്ചുകൂടെയൊക്കെ തേങ്ങ ഇട്ടാലേ രസം വരത്തുള്ളൂ. ഇതിനകത്ത് ചെറുള്ളി എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ചെറുള്ളി 10 എണ്ണം എടുക്കുക, 10 വെളുത്തുള്ളി, 4 പച്ചമുളക്, ഇതെല്ലാം അരിഞ്ഞിടണം. അരിഞ്ഞിട്ട് വേണം അരപ്പരച്ച് വയ്ക്കാനേ. തേങ്ങയും ചെറുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അങ്ങനെ അരച്ച് വെച്ചിട്ട് നമ്മൾ ഈ അടപ്പ് തുറന്ന് ഇത് വെന്തോന്ന് നോക്കുന്നത്. അത് വേവായിട്ടില്ല, സ്വല്പം വെള്ളം പറ്റി ഇച്ചിരൂടെ വേഗണം. വേഗം നമുക്കറിയാം ഇതിനകത്തെ കഷ്ണങ്ങൾ വരത്തില്ലയോ, ചേമ്പ്, ആലു, ഉരുളൻകിഴങ്ങ്, ഇതൊക്കെ ഒന്ന് ഒടിഞ്ഞു പോകുന്ന പരുവം അതുവരെ നല്ല വേവിക്കണം. ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഞാൻ 1/2 ഗ്ലാസ് വെള്ളമേ ചേർത്തുള്ളൂ. ഇനി അരപ്പിട്ടിട്ട് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്ക് നല്ലതായിക്കോളും. അങ്ങനെ ഒന്നുകൂടെ ഞാൻ വെച്ച് ഒന്നുകൂടെ നോക്കിയപ്പോൾ എല്ലാം വെന്തു. എന്നാൽ പിന്നെ നമുക്കിനി അരപ്പിടാൻ നടുക്ക്. അപ്പം നമ്മൾ അരച്ച് വെച്ച അരപ്പതിനെ നടുവിലേക്ക് അങ്ങനെ ഇട്ടിട്ട് ഇനി ബാലൻസ് ഉള്ളത് നമുക്ക് സ്വല്പം വെള്ളം എടുക്കുക. ഇനിയിപ്പം വെള്ളം തന്നെ നമുക്കിതായി അവിയലിൻ്റെ ഒരു പരുവം പറഞ്ഞാൽ നമ്മൾ വിളമ്പുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി പോകുന്ന പോലെ ഇരിക്കരുത്. അതുകൊണ്ടാണ് വെള്ളം കുറച്ച് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇച്ചിരിയും കൂടെ ചേർത്ത് സ്വല്പം കഴുകി ചേർത്തുകൊണ്ട്, കണ്ടോ നടുവിൽ വെള്ളമുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് പച്ചക്കറി എല്ലാം കൂടെ ഒന്ന് ചേർത്തിളക്കി ഈ അരപ്പൊന്ന് വേകണം. അരപ്പരച്ചാൽ സാധാരണ ചിലരൊന്നും വേവിക്കത്തില്ല, ചുമ്മാ വെളിച്ചെണ്ണ ഒഴിച്ചങ്ങ് ഇറക്കി വെക്കത്തേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ അരപ്പ് വേകാനൊന്ന് വയ്ക്കാം. മൊത്തം പച്ചക്കറി അതിൻ്റെ മേളിലോട്ട് നീക്കിയിടുക. ഇങ്ങനെ നീക്കിയിട്ടിട്ട് അമർത്തി. അപ്പോൾ കണ്ടോ വെള്ളം നനവ് നല്ല പോലെ ഉണ്ട് അതിനകത്ത്. കരിയത്തൊന്നുമില്ല, നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണയൊക്കെ നേരത്തെ തൂക്കിയിട്ടുണ്ട് ഇതിനകത്ത്. എന്നിട്ട് അടപ്പടച്ച് ഒരു 5 മിനിറ്റ് വയ്ക്കുക. 5 മിനിറ്റ് സിമ്മിൽ വെച്ച് അതിന് ശേഷം വീണ്ടും അടപ്പ് നമുക്ക് തുറക്കാം. തുറന്നതിന് ശേഷം ഇളക്കി നോക്കുക. കണ്ടോ കറക്റ്റ് അവിയലായല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, മൊത്തം ഒന്ന് ഇളക്കി വെച്ച് വീണ്ടും സ്വല്പം വെളിച്ചെണ്ണ മേളിൽ തൂകി കരിയാപ്പിലയും ഇട്ട്, കണ്ടോ കരിയാപ്പില ഇട്ടു. ഇനി ഞാൻ വെളിച്ചെണ്ണയും ഒഴിച്ച് വെച്ച് എന്ത് ചെയ്യും, ഒന്നുകൂടെ ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ
അടച്ച് സിമ്മിൽ തന്നെയാണ് നമ്മൾ സ്റ്റൗവിൽ വെക്കുന്നത്. വെള്ളമൊന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ തേങ്ങയിലൊക്കെയുള്ള വെള്ളമെല്ലാം ഇറങ്ങിയല്ലോ. അപ്പം നമുക്ക് ഒന്നുമില്ല. അടച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെളിച്ചെണ്ണ തൂക്കി ഞാൻ ഇനി അടച്ച് വെക്കുവാണേ. ഞാൻ ഓൾറെഡി എല്ലാം പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അവിയൽ റെഡിയാണ്.